എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീണ്ടും ഹൈദരാബാദിലേക്ക് പോവുകയാണ്. എന്തിനാണെന്നറിയോ? US-ലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിസയുമായി ബന്ധപ്പെട്ടിട്ട് പോണതാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ഉച്ചയാവാറാകുമ്പോഴാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. കഴിഞ്ഞ തവണ പോയ പോലെ അതേ റുട്ടീൻ തന്നെയാണ്, അതേ ടൈമിലുള്ള ഫ്ലൈറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പോകാം. കഴിഞ്ഞ തവണ ഇറങ്ങിയ അതേ സമയത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പതിവില്ലാതെ ഇന്ന് റോട്ടിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ റോട്ടിലൊക്കെ എന്ത് ബ്ലോക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ. നമ്മളിപ്പോൾ ആലുവ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ അറ്റത്തായിട്ട് കണ്ട മേളിൽ മെട്രോ പോണത്. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ മെട്രോയിലൊക്കെ ഒന്ന് കയറണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ എങ്കിലും നടന്നില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കാണാമല്ലോ. അപ്പോൾ ഈ റോട്ടിലൂടെ പോകുമ്പോൾ എപ്പോഴും കാണാട്ടോ ഇങ്ങനെ മെട്രോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. എപ്പോഴും നമ്മളാകെ തിരക്കിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. അപ്പോൾ അതേ നമ്മൾ നെടുമ്പാശ്ശേരി എത്തിയിട്ടുണ്ട്. പതിവ് പോലെ തന്നെ നമ്മൾ സൽക്കാര എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതേ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ മെനു ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ സാമ്പാറും 2 ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മുടെ പതിവ് പോലെ തന്നെ അപ്പം, പത്തിരി, ചിക്കൻ സ്റ്റൂ, മുട്ടക്കറി, പിന്നെ ചായ, ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ മിക്കപ്പോഴും ഈ അപ്പവും ചിക്കൻ സ്റ്റൂ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. എത്ര കഴിച്ചാലും അത് വരില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഓർഡർ ചെയ്യണത്. അങ്ങനെ അതേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ കാറ് എയർപോർട്ടിൽ തന്നെയാണ് കേട്ടോ പാർക്ക് ചെയ്യണത്. കാരണം വെച്ചാൽ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ തന്നെ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് തിരിച്ചു വരും. അധിക ദിവസമൊന്നും നമ്മളങ്ങനെ ഹൈദരാബാദ് നിൽക്കണമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസത്തെ സ്റ്റേയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യണം. അങ്ങനെ നമ്മൾ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതേ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാണ് കാണാനായിട്ട്. എപ്പോൾ വന്നാലും അതേ, എത്ര വീഡിയോ എടുത്താലും നമുക്ക് മതിയാവില്ല. ഇവിടുത്തെ ആ ഒരു കൊത്തുപണികളും പിന്നെ ആ സ്ട്രക്ചറൊക്കെ കണ്ടില്ല ആ ഒരു ബിൽഡിങ്ങിൻ്റെ, എന്ത് രസമാണല്ലേ കാണാനായിട്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കണം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സെക്യൂരിറ്റി ചെക്കും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതേ ഇപ്പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലൈറ്റ് കയറുന്ന ഏരിയയിലേക്ക് പോവുകയാണ്. കുറേ സമയമുണ്ട്, 5 മിനിറ്റ് ലൈറ്റാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. ഇത്തവണത്തെ യാത്ര ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. US ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോവില്ലേ, അതിൻ്റേതായ ഒരു ടെൻഷൻ. നമ്മളൊരു 3 വർഷം മുമ്പ് അതൊക്കെ അറ്റൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഒരു രീതികളൊക്കെ. എങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. അങ്ങനെ അതേ ഫ്ലൈറ്റിൽ കയറാനുള്ള ടൈമായിട്ടുണ്ട്. നമ്മൾ ഇത്തവണയും ഇൻഡിഗോ ഫ്ലൈറ്റിന് തന്നെയാണ് കേട്ടോ പോണതും വന്നതൊക്കെ നമ്മൾ ഇൻഡിഗോ കഴിഞ്ഞ തവണ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഏകദേശം 1.25 മണിക്കൂർ തന്നെയാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞല്ലോ യാത്ര. അത്രയൊക്കെ തന്നെ ഉള്ളൂ ഹൈദരാബാദിലേക്കുള്ള ദൂരം. ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ എത്ര കണ്ടതാണെങ്കിലും ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും പിന്നെ ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്താൻ ഒരു ശീലമായി പോയി. എനിക്കൊക്കെ ഇത് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇത്തരം കാഴ്ചകളൊക്കെ, ഇങ്ങനെ മോളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളെ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഫ്ലൈറ്റിലും ഒരേ കാഴ്ചകളൊക്കെ തന്നെയാണ് കാണുന്നത്. എങ്കിൽ പോലും ഇതൊക്കെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. ഇനിയിപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതും കൂടി കാണാൻ പറ്റില്ല. അപ്പോൾ അതേ നമ്മൾ കുറച്ചും കൂടി ഉയരത്തിലേക്ക് പോകുമ്പോൾ മേഘങ്ങളൊക്കെ കണ്ടില്ലേ ഇങ്ങനെ വന്നത്. നല്ല രസമുണ്ടല്ലേ, നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് പോയി കാണുന്നത്. പിന്നെ മാത്രമല്ല ഹൈദരാബാദിലായാലും നമ്മുടെ കൊച്ചിയിലായാലും ഒക്കെ മഴകളാണ്. കഴിഞ്ഞ തവണ ഹൈദരാബാദിൽ പോയപ്പോൾ കണ്ടില്ല നല്ല മഴയാണ്. ഇത്തവണ എങ്ങനെയെന്ന് അറിയില്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു യാത്രയിലൊന്നുമില്ല കേട്ടോ കാണിക്കാനായിട്ട്. ഈ 1.25 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിംഗ് ആണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് സമയം കളയാന്നല്ലാണ്ട് വേറെ ഒരു കാര്യവും ഇല്ല. അങ്ങനെ അതേ നമ്മളിപ്പോൾ അതേ ഹൈദരാബാദ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല കേട്ടോ ഈ ഫ്ലൈറ്റിൽ നിങ്ങളെ കാണിക്കാൻ.
ഹൈദരാബാദ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പതിവ് കാഴ്ചകളൊക്കെ തന്നെയാണ്, പതിവ് വഴികളിലൂടെ തന്നെയാണ് പോണത്. പ്രത്യേകിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നുമില്ല. നമ്മളങ്ങനെ ബാഗൊക്കെ കളക്ട് ചെയ്തു. ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. സെയിം വഴികളൊക്കെ തന്നെ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കാണും, ഇതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ അവിടെ കണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഊബറൊക്കെ അങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇത്തവണ നമ്മൾ ഹോട്ടൽ റൂമാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണത്. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ തവണ എടുത്ത ആ ഒരു ഏരിയ അല്ല, ഈ തവണ എംബസി വരുന്നത് വേറെ ഏരിയയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തുള്ള ഒരു ഹോട്ടൽ റൂമാണ് എടുത്തേക്കണത്. പിന്നെ മാത്രമല്ല, എംബസിനോട് ചേർന്നുള്ള ഹോട്ടൽ റൂമാണ് എടുത്തേക്കണത്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഊബർ ഓട്ടോയൊക്കെ വിളിച്ച് വെറുതെ വെയിറ്റ് ചെയ്ത് സമയം കളഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ നമുക്ക് നടന്നു പോകാനുള്ള ഭാഗത്തിനുള്ള റൂമാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ റൂം. അപ്പോൾ ഈ ഒരു എംബസി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണെന്നേ. അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റില്ല, കുറച്ച് അങ്ങോട്ട് ഒരു വളവൊക്കെ തിരിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എത്തും. ഇതാണ് നമ്മുടെ റൂം. കയറി വരുമ്പോൾ തന്നെ ഒരു വലിയ ലിവിങ് റൂമൊക്കെ ഉണ്ട് കേട്ടോ. അതിനുശേഷം ഇതാണ് ബെഡ്റൂം. ബെഡ്റൂം അത്യാവശ്യം നല്ല വലുതൊക്കെ തന്നെയാണ്. പിന്നെ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂമും നല്ല അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ. വലുപ്പവും നല്ല വൃത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോവുകയാണ്. ഹൈദരാബാദ് വന്നു. ഇതേ ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തുള്ളൂ. ഇപ്പം തന്നെ ഇറങ്ങുകയാണ്. ഇനി അധികം നേരം ഇല്ലല്ലോ, സമയം ഇപ്പോൾ കുറച്ച് ടൈമിൽ ഫുഡ് കഴിക്കണം. കഴിഞ്ഞ തവണ പോലെ തന്നെ നമ്മളിത് ഇത്തവണ ഓട്ടോയിലാണ് നമ്മുടെ യാത്ര. എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഈ ഓട്ടോ യാത്ര. പിന്നെ മാത്രമല്ല, കഴിഞ്ഞ തവണ പോലത്തെ വലിയ തിരക്കുള്ള റോഡുകളൊന്നും അല്ലാന്നോണേ, ഒരു നോർമലായിട്ടുള്ളൊരു തിരക്കുകളൊക്കെയാണ് നമുക്ക് വഴിയിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലൊരു സ്ഥലത്താണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അതിങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ ഓട്ടോറിക്ഷ ചേട്ടൻ എക്സ്ട്രാ 20 രൂപ ചോദിച്ചിരിക്കുകയാണ്. അവർക്കൊക്കെ ഊബറിലുള്ള പൈസ മാത്രമല്ല, എക്സ്ട്രാ പൈസ കൊണ്ട് കൊടുക്കണം ടിപ്പായിട്ട്. ഇവിടത്തേക്ക് ഊബറിൻ്റെ ഒരവസ്ഥകളെ, ഊബറിൽ മറ്റേ പറയണ റേറ്റ് ഒന്നും അല്ല ഇവിടെ അവർക്ക് എക്സ്ട്രാ പൈസയൊക്കെ കൊടുക്കണം. ഓട്ടോറിക്ഷ ആയാലും ശരി, കാറിലായാലും ശരി. നമ്മൾ വന്നേക്കണ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ബിൽഡിങ്ങിൽ ഇതിൻ്റെ ഏറ്റവും മേളിലുള്ളൊരു നിലയിലാണ്, 6ാമത്തെ നിലയിലാണ് വരുന്നത്. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ്. ഇതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടില്ലേ, വേറൊരു അറ്റ്മോസ്ഫിയറിൽ അടിപൊളിയല്ലേ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇവിടെ ഫുള്ള് ഇങ്ങനെ താഴെ ഇരുന്നിട്ടുള്ള രീതിയിലാണ് ഫുഡ് കഴിക്കണത്. ടേബിളെന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അങ്ങനെ ഞങ്ങളും അങ്ങനെ താഴെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആവുമല്ലോ. നമ്മൾ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ടേബിളിലൊക്കെ ആണ്ടോ ഇരിക്കാറ്. പക്ഷേ ഇവിടെ ടേബിൾ ഇല്ലാത്തതുകൊണ്ട് താഴെയാണ് ഇരുന്നത്. അപ്പോൾ അതേ നമ്മൾ കുഴിമന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ മൊത്തം കുഴിമന്തി മാത്രമേ ഉള്ളൂ. പല ടൈപ്പ് കുഴിമന്തികളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിഷുകൾ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മയോണൈസും പിന്നെ എന്തൊക്കെയോ കുറേ കറികളും ഫ്രഞ്ച് ഫ്രൈസും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മന്തി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഇതേ ഒരു വലിയ കാട്ടൊരു പ്ലേറ്റിലാണ് കേട്ടോ തന്നേക്കണത്. അപ്പോൾ ഇതിൽ വേറെ പ്ലേറ്റൊന്നുമില്ല, ഇതിൽ എല്ലാവരും കൂടി ഇതിൽ നിന്ന് തന്നെയാണ് അങ്ങനെ കഴിക്കണത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇങ്ങനെയൊന്നും നമ്മളങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തോരം റെസ്റ്റോറൻറ്റാലും ഇങ്ങനെയൊക്കെ. ഫുഡടി കഴിഞ്ഞ് ഇവിടെ കിടപ്പായി ഗേസ്, വയ്യാണ്ടായി, യാത്രയൊക്കെ ചെയ്ത് വന്ന്. ഇത് തന്നേടി നല്ല വ്യൂ ആണ് ഇവിടെ എന്ന് കഴിഞ്ഞാൽ. 6ാമത്തെ നിലയിലാണ് നമ്മളിപ്പോൾ. ഗേസ് നമ്മളിത് ഓട്ടോയിൽ കയറി. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒട്ടും പറ്റണേ ഇല്ല, ഭയങ്കര ക്ഷീണം. അപ്പോൾ പിന്നെ റൂമിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. റൂമിൽ പോയി കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാമല്ലോ, എന്തിനാ വെറുതെ അലഞ്ഞിരിഞ്ഞടക്കണേന്ന് വിചാരിച്ചു. മാത്രമല്ല ഇവിടെ അടുത്തൊന്നും ഒരു ടൂറിസ്റ്റ് പ്ലേസും ഇല്ല. 1 മണിക്കൂറെങ്കിലും യാത്ര ചെയ്യണം ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിൽ പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ വെറുതെ ടൈം വേസ്റ്റ് അല്ലേ. അപ്പോൾ അത് കാരണം നമ്മൾ പിന്നെ എങ്ങോട്ടും പോകണ്ട, റൂമിൽ തന്നെ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചുള്ള പോക്കാണ്. അപ്പോൾ ഈ കാണുന്നതാണ്, ഈ ഒരു ഏരിയയിൽ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ റൂം വരുന്നത്. അപ്പോൾ ഈ ഏരിയയിലായിട്ട് കുറേ ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ. ഈ ഒരു എംബസീനെ ഉദ്ദേശമാണ് ഇതിൻ്റെ അടുത്ത് കുറേ ഹോട്ടലുകളൊക്കെ ഉള്ളത്. ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും നമ്മളിതേ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലും നല്ല മഴയാണ് കേട്ടോ. എപ്പോൾ തുടങ്ങിയ മഴയാണെന്ന് അറിഞ്ഞാൽ ഈ മഴ ഒന്ന് കുറഞ്ഞിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് നടക്കണില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് നടന്നു പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നാണ്. പക്ഷേ അവിടെ നല്ല മഴ.
പിന്നെ നമ്മൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു. ഓട്ടോന് തന്നെ പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ അടുത്തേ നല്ലൊരു അടിപൊളി ഷവർമ്മ കട ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഷവർമ്മ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ദേ നമ്മുടെ ഓട്ടോയൊക്കെ വന്നിട്ടുണ്ട്. മഴ ആയതുകൊണ്ടിട്ടേ ഈ ഓട്ടോയിൽ 2 സൈഡും ഇങ്ങനെ ഷെയ്ഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇരുട്ട് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ പോകാനായിട്ട്. അങ്ങനെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. അധികം ദൂരമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മളങ്ങനെ ആ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നടന്നു വരാനുള്ള വഴിയല്ലേ ഉള്ളൂ. നടന്നു വന്നായിരുന്നെങ്കിൽ കാഴ്ചയൊക്കെ കണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മഴ നമ്മളെ ചതിച്ചു. അങ്ങനെ നമ്മളിതേ റൂസ്റ്റർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. ഇവിടെ പല വെറൈറ്റി ആയിട്ടുള്ള ഷവർമ്മകളാണ് കേട്ടോ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡിഷ് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്തൊക്കെയോ ബർഗറാ സാൻഡ്വിച്ചാ അങ്ങനെയുള്ള ഫുഡുകളൊക്കെ കിട്ടുമെങ്കിലും മെയിനായിട്ടുള്ളത് ഷവർമ്മയാണ്. നമ്മളങ്ങനെ 3 വെറൈറ്റി ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്നൊരു റോളും 2 പ്ലേറ്ററുമാണ്. ഒന്ന് ചീസിൻ്റെയാണ്, ഒന്നൊരു സാലഡ് മോഡലാണ്. എന്തായാലും ഷവർമ്മ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ 3. നമ്മളങ്ങനെ ഷവർമ്മയൊക്കെ കഴിച്ചു. ഇനി നമ്മളിതേ ഊബർ ഓട്ടോന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. പോരാത്തിന് നല്ല മഴയാണ്. പുറത്തൊന്ന് ഇറങ്ങി നടക്കാനുള്ള ഒരു ഇതൊന്നുമല്ല, അല്ലെങ്കിൽ നടന്നു പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നാണല്ലോ. ഇനിയിപ്പോൾ നമുക്ക് നാളെ രാവിലെ തന്നെ നമ്മുടെ US ഇൻ്റർവ്യൂവിന് അറ്റൻഡായിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.